ടൂറിസത്തിൽ ഈ അതിരാത്രം യാഗശാലയുടെ ക്രിയകളുടെ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞു പോകുമ്പോഴും അത് ആ ഭാരതീയ സംസ്കാരത്തിന്റെ അല്ലെ വേദ സംസ്കാരത്തിന്റെ ഓർമ്മകളെ പുതുക്കുന്നതും അതിനോടൊപ്പം തന്നെ അത് ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള വേദമന്ത്രങ്ങളുടെ ഒഴുക്കാണെന്നും ഇതെല്ലാം നമുക്ക് അഭിമാനമായി പറയാൻ പറ്റുന്നത് തന്നെയാണ്. പലപ്പോഴും ഹിന്ദു സ്പിരിച്വൽ ടൂറിസത്തിൽ ഈ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സമൂഹം ഇതിനെ കാണുമ്പോൾ അതിനെ നമ്മൾ ഏറ്റവും നല്ല ഒരു കവറിങ് കൊടുത്ത് മനോഹരമായി നമ്മുടെ ആ സംസ്കാരത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഒരു ഭാരതീയ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും വേദ സംസ്കാരത്തെ ഉയർത്തി കാട്ടുന്നത് എന്ന് സ്പിരിച്വൽ ടൂറിസത്തിൽ കൂടി ഈ കഥകൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ആശയങ്ങളൊക്കെ പറയുമ്പോഴും പലരും